കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പാക് മീഡിയകൾ ആഘോഷിച്ച ഒന്നായിരുന്നു ചൈനയുടെയും തുർക്കിയുടെയും അകമഴിഞ്ഞ പിന്തുണയും അവർ ആയുധങ്ങളുമായി അവരുടെ വിമാനങ്ങൾ അയച്ചതുമൊക്കെ വലിയ വാർത്തയായി വന്നിരുന്നു. പക്ഷേ അതിൻ്റെ ആഹ്ലാദം കെട്ടടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്ക രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മോസ്കോയിൽ, അതായത് റഷ്യൻ തലസ്ഥാനത്ത് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡൻകോയും ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാറുമായി ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ റഷ്യ പറഞ്ഞിരിക്കുന്നത് ആഗോള ഭീകരതയ്ക്ക് എതിരെ പോരാടാൻ ഞങ്ങൾ എക്കാലവും ഇന്ത്യക്ക് ഒപ്പം തന്നെ ഉണ്ടാകും, വേണ്ടി വന്നാൽ സൈനികപരമായ സഹായം നൽകാനും തങ്ങൾ മടിക്കില്ല എന്ന് ആൻഡ്രി റുഡൻകോ പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു വലിയ യുദ്ധത്തിലേക്കാണ് അത് പോകുന്നതെങ്കിൽ ഇന്ത്യക്ക് സൈനിക സഹായം ആവശ്യമുണ്ടെങ്കിൽ റഷ്യ അത് നൽകുമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡൻകോ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനെ പിന്തുണച്ചുള്ള ചൈനയും തുർക്കിയുമൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ റഷ്യ നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സുഹൃത്ത് മാത്രമല്ല, റഷ്യയുടെ ആയുധ കച്ചവടത്തിൽ ഏറ്റവും വലിയ ഉപഭോക്താവ് കൂടിയാണ് ഇന്ത്യ. ഒപ്പം തന്നെ മറ്റ് ഇടപാടുകളിലുമെല്ലാം തന്നെ നരേന്ദ്രമോദി തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എക്കാലവും നമ്മളോടൊപ്പം നിന്ന സുഹൃത്തെന്ന്. ഏതായാലും ഇപ്പോഴാ വാക്ക് തെറ്റിച്ചില്ല. ആ സുഹൃത്ത് ഇപ്പോൾ വളരെ കൃത്യമായി പരസ്യമായി പറഞ്ഞിരിക്കുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ സൈനിക സഹായവും നൽകുമെന്ന്. ന്യൂസ് ഡെസ്ക്.